മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കുന്നതിനിടെ കണ്ണൂർ ചെറുപുഴയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയ സംഭവത്തിൽ പ്രതിക്കൂട്ടിലായി സർക്കാർ. മുഖം രക്ഷിക്കുന്നതിനായി അന്വേഷണത്തിന് ADM-നെ ചുമതലപ്പെടുത്തി. ഫ്രീസറില്ലാതെ മൃതദേഹം കൊണ്ടുപോയ വീഴ്ചയിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കളക്ടർ നിർദ്ദേശം. 2 ദിവസത്തിന് ശേഷം പുഴയിൽ നിന്ന് കണ്ടെത്തിയ രാജേഷിന്റെ മൃതദേഹം കണ്ണൂരിൽ നിന്ന് കൊണ്ടുപോയത് ഫ്രീസറില്ലാത്ത ആംബുലൻസിൽ. ഫ്രീസർ വേണമെന്ന ബന്ധുക്കൾ വി കുഞ്ഞികൃഷ്ണൻ MLA-യോടും ഉദ്യോഗസ്ഥരോടും ആവശ്യപ്പെട്ടെങ്കിലും ഫ്രീസർ അനുവദിക്കാൻ നടപടിയുണ്ടായില്ല. തൃശൂർ എത്തുമ്പോഴേക്കും അഴുകി ദുർഗന്ധം വമിച്ച മൃതദേഹം പിന്നീടാണ് ഫ്രീസറുള്ള ആംബുലൻസിലേക്ക് മാറ്റിയത്. രക്ഷാപ്രവർത്തകന്റെ മൃതദേഹത്തോടുള്ള അനാദരവ് വിവാദമായതോടെയാണ് സർക്കാർ മുഖം രക്ഷിക്കാനുള്ള നടപടികൾ ആരംഭിച്ചത്. വീഴ്ച അന്വേഷിക്കുന്നതിനായി ADM-നെ ചുമതലപ്പെടുത്തി. വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് കളക്ടർ നൽകിയ നിർദ്ദേശം. അന്വേഷണത്തിന്റെ ഭാഗമായി ADM പയ്യന്നൂർ തഹസിൽദാരോട് വിശദീകരണം തേടി. ഒഴുക്കിൽപ്പെട്ട രാജേഷിനു വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമല്ലെന്ന് നേരത്തെ ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. സർക്കാർ സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ലെന്നും തിരച്ചിലിൽ തൃപ്തിയില്ലെന്നും ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് മൃതദേഹത്തോട് അനാദരവ് കാട്ടി വീണ്ടും സർക്കാർ പ്രതിക്കൂട്ടിലായത്. കൈരളി ന്യൂസ്, കണ്ണൂർ.